ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊച്ചി വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോയതാണ് മറൈൻ ഡ്രൈവിൽ. നമ്മൾ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി. നമ്മൾ അവിടുത്തെ എല്ലാ സ്ഥലവും ഓൾമോസ്റ്റ് കവർ ചെയ്തു. അവിടെ എല്ലാം നടന്ന് കണ്ടായിരുന്നു. അവിടെ അങ്ങനെ കാണാനും മാത്രമൊന്നുമില്ല. പിന്നെ അവിടെ ക്രൂയിസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറാനൊക്കെ ഉണ്ട്. പിന്നെ അതിനൊക്കെ ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതിനകത്ത് നിന്നപ്പോൾ നമ്മളവിടെ തണലത്ത് പോയി ഒരു മരച്ചോട്ടിൽ പോയി നിന്നു. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലായിരുന്നു. അതിൻ്റെ അങ്ങറ്റം വരെ നമ്മൾ പോയി. പിന്നെ തിരിച്ച് നമ്മളിങ്ങോട്ട് നടന്നു. അപ്പോൾ അടുത്ത് നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറയുന്നത് ക്രൂസിലോട്ടായിരുന്നു. അപ്പോൾ അതൊരു 4:30 ആ ഒരു ടൈമിലാണ്, ഈവനിങ്ങിൻ്റെ ക്രൂസായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ ഒരു 4:30 തൊട്ട് ഒരു 7:30 വരെ ആ ഒരു ടൈമിലായിരുന്നു ആ ഒരു ക്രൂസ് നടന്നത്. പിന്നെ ടീയും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്തിൽ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1600 അത്രയൊക്കെ ആവും ഒരു അഡൽട്ടിന്. അങ്ങനെയാണ് അവിടുത്തെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ടിക്കറ്റ് പോലെ എന്തോ ഉണ്ട്. കിഡ്സിന് ഏകദേശം ഒരു 500 to 800, ഓൾമോസ്റ്റ് 1000 അത്രയും ആവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലിട്ടാൽ മതി കേട്ടോ, എന്തെങ്കിലും ഡൗട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ അതിൻ്റെ അങ്ങനെ പറയുന്ന ഒരെണ്ണത്തിനകത്തായിരുന്നു കയറിയത്. അപ്പോൾ നമ്മൾ നിയോൺ ക്ലാസിക്കൽ ക്രൂയിസ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് കേട്ടോ, ആ ഒരു ഷിപ്പിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വിൻഡോ സീറ്റ് പോലുണ്ട്. ഇങ്ങനെ 3-4 സീറ്റ് ഇങ്ങനെ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. വേറെ കുറേ ഉണ്ടായിരുന്നു അവിടെ. ഫുൾ ഫില്ലായി കഴിഞ്ഞിട്ട് ഇത് റൈഡ് സ്റ്റാർട്ട് ചെയ്തോളൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. പിന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് എല്ലാവരും കയറുന്നത്. കിഡ്സിനൊക്കെ ആണെങ്കിൽ അഡൽട്സിനെക്കാട്ടിലും കുറവായിരിക്കും ഇതിൻ്റെ ഒരു ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷിപ്പ് വിട്ടിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് കായലാണ്. അപ്പോൾ ആ കാണുന്നതൊക്കെ അതിനകത്ത് ഇതുപോലെ പോകാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ കുറേ ഷിപ്പുകളുണ്ട് ഇവിടെ. നല്ല സൂര്യനൊക്കെ നല്ല ഈവനിങ് ആയപ്പോഴത്തേക്കിന് നല്ല ഗോൾഡൻ കളറിൽ ആകാശത്തൊക്കെ വന്നിങ്ങനെ നിൽപ്പുണ്ട്. ഈ പോകുന്നതാണ് കേട്ടോ വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ബ്ലൂ കളറിൽ പോകുന്നതാണ് വാട്ടർ മെട്രോ. ആക്ച്വലി നമ്മൾ ഈവനിങ് ക്രൂസ് തിരഞ്ഞെടുക്കാൻ കാണുന്നത് സൺസെറ്റ് കാണാൻ വേണ്ടിയാണ് കേട്ടോ.
അറബിക്കടലിലെ സൺസെറ്റാണ് നമ്മൾ കാണാൻ പോയത്. അപ്പോൾ ഏകദേശം ഒരു 5:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 5 മണി 5:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കായലിൽ നിന്ന് കടലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും നേരം നമ്മൾ സഞ്ചരിച്ചിരുന്ന കായലിലായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ കടലിലേക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ ആൾക്കാരൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഒരു ബീച്ച് ആ ഒരു ഇത് കൂട്ടാണ് ആ സൈഡ് നമുക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ മാക്സിമം വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം അറേബ്യൻ സീൻ്റെ ഏതാണ്ട് പകുതിയോളം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കായലിൽ നിന്ന് അറേബ്യൻ സീയിലോട്ട് കയറിയിട്ടുണ്ട്.
അപ്പോൾ ഗൈസ് ഇതിൽ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഒരു 1 hour ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസ്. കൊള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു 1 day കൊച്ചി ട്രിപ്പ് ഇവിടെ അവസാനിക്കാറായി. അപ്പോൾ നമ്മൾ സൺസെറ്റൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്ന സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൽ അവസാനമായിട്ട് DJ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഈ ഒരു ട്രിപ്പ് നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.